തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് വിജയ് ഇന്ന് വീണ്ടും ഗവർണറെ കണ്ടുവെങ്കിലും അനുമതി ലഭിച്ചില്ല. വിജയെ പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ ഇടതു പാർട്ടികളും വിസികെയും നാളെ അന്തിമ തീരുമാനം പറയും. സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുകയാണ് ടിവികെയും വിജയും. ഇന്ന് വീണ്ടും ഗവർണറെ കണ്ടെങ്കിലും ഗവർണർ വഴങ്ങിയില്ല. 118 MLA-മാരുടെ പിന്തുണ കത്ത് നൽകിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കൂ എന്ന് ഗവർണർ വീണ്ടും വിജയെ അറിയിച്ചു. ഇനിയിപ്പോൾ മുന്നിലുള്ള സാധ്യത ടിവികെ, CPM, CPI എന്നീ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ കാര്യത്തിൽ തീരുമാനം നാളെയേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും ടിവികെയെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ക്ഷണിക്കാത്തത് DMK സഖ്യകക്ഷികൾ ചോദ്യം ചെയ്തു. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല എന്ന് DMKയും വിസികെയും CPI, CPM എന്നീ പാർട്ടികളും കമൽഹാസനും ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എങ്കിൽ CPM-ഉം CPI-യും എല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു ടിവികെയുടെ MLA-മാർ. സർക്കാർ ഉണ്ടാക്കാൻ ഞങ്ങളില്ല എന്ന് DMK ഇന്ന് വ്യക്തമാക്കി, സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കി. എന്നാൽ ഒരവസരം കിട്ടിയപ്പോൾ മറുകണ്ഠം ചാടിയ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് DMK നേതാക്കളെല്ലാം. ടിവികെയെ പിന്തുണയ്ക്കണമോ എന്ന കാര്യത്തിൽ വിസികെക്കും ഇടതു പാർട്ടികൾക്കും സ്വയമേ തീരുമാനം എടുക്കാം എന്ന് DMK ഇന്ന് ചേർന്ന യോഗത്തിനു ശേഷം വ്യക്തമാക്കുന്നു. ടിവികെയെ പിന്തുണയ്ക്കണമെന്ന് അണ്ണാ DMK-യിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വിജയ് ഇപ്പോൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. എന്തായാലും നാളെ ഇടതു പാർട്ടികളുടെയും വിസികെയുടെയും തീരുമാനം വരും. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് വിജയുടെ തീരുമാനം. നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ടിവികെയെ സംബന്ധിച്ചും വിജയെ സംബന്ധിച്ചും തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ചെന്നൈയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.